Hello dear students, welcome to Madrud. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ +2 പഠനത്തിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എൻട്രൻസ് എക്സാം ആയിട്ടുള്ള CUET അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കോമൺ എൻട്രൻസ് ടെസ്റ്റിലെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിലെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആണ്. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് ലിമിറ്റ്സിന്റെ ഡെഫിനിഷൻ എന്ന് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ലിമിറ്റ്സിന്റെ ഐഡിയ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ f of x = x² എന്നുള്ള ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ഉണ്ട്. ഓക്കെ, f of x എന്ന് പറയുന്നത് നമ്മൾ അതിനെ y എന്നാണ് ഡിനോട്ട് ചെയ്യാം. എക്സിന്റെ ഇമേജ് f of x നമ്മൾ y എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ y = x² എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ഗ്രാഫ്. നമ്മൾ ഗ്രാഫ് ഈ രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് നോക്കുക, എനിക്ക് ഇവിടെ x = 2 എന്നുള്ള പോയിന്റ് ഞാൻ എടുത്തു. ഓക്കെ, ഇവിടെ x = 2 എന്നുള്ള പോയിന്റ് ഞാൻ എടുത്തു. ഈ 2 എന്നുള്ള പോയിന്റിൽ ഈ f of x = x² എന്നുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് എനിക്ക് ഫൈൻഡ് ചെയ്യണം. ഈ പോയിന്റിൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ലിമിറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതിന് നമ്മൾ ഒരു പ്രത്യേക നൊട്ടേഷൻ യൂസ് ചെയ്യും. നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ഇതാണ്: ലിമിറ്റ് x ടെൻഡിങ് ടു 2 f of x. ഇതിന്റെ മീനിങ് ഇതാണ്: എക്സിന്റെ വാല്യൂ 2 അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ f of x ന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതാണ് ലിമിറ്റിന്റെ ഐഡിയ. അപ്പൊ നോക്കൂ, ഇവിടെ എക്സിന്റെ വാല്യൂ 2 അടുത്ത് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 2 x ആക്സിസിന്റെ റൈറ്റ് സൈഡിലൂടെയും വരാം, x ആക്സിസിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയും 2 വരാം. ഓക്കെ, അപ്പൊ രണ്ട് ഡയറക്ഷനിലൂടെ 2 എന്നുള്ള പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലൂടെ 2 എന്നുള്ള പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റ് കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. ലെഫ്റ്റ് സൈഡിലൂടെ 2 എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും പറയും. സോ നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ ഏതാണ്? f of x x² ആണ്. സോ ഞാൻ ഇവിടെ f of x ന് പകരം x² എന്ന് റീപ്ലേസ് ചെയ്യാം. സോ ലിമിറ്റ് x ടെൻഡ്സ് ടു 2 x². ഇതിന്റെ മീനിങ് എന്താണ്? എക്സിന്റെ വാല്യൂ 2 അടുത്തടുത്ത് വരുമ്പോൾ x² എന്നുള്ള ഫംഗ്ഷന്റെ വാല്യൂ എന്തിലേക്കാണ് അടുത്ത് വരുന്നത് എന്നാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു 2 എന്നുള്ള പോയിന്റിലേക്ക് രണ്ട് സൈഡിലൂടെയും അപ്രോച്ച് ചെയ്യാം. എക്സ് ആക്സിസിന്റെ റൈറ്റ് സൈഡിലൂടെയും ലെഫ്റ്റ് സൈഡിലൂടെയും. എക്സ് ആക്സിസിന്റെ റൈറ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യുന്നതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ രൂപത്തിലാണ്: ലിമിറ്റ് x ടെൻഡ്സ് ടു 2 + x². ഇതിന്റെ മീനിങ് ഇതാണ്: 2 എന്നുള്ള പോയിന്റിലേക്ക് എക്സ് ആക്സിസിന്റെ റൈറ്റ് സൈഡിലൂടെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ x² എന്നുള്ള ഫംഗ്ഷന്റെ വാല്യൂ എന്തിലേക്ക് അപ്രോച്ച് ചെയ്യും, എന്തിനോട് അടുത്ത് വരുന്നതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നോക്കൂ, ഞാൻ ഇവിടെ ഈ ഗ്രാഫ് വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കൂ, ഞാൻ ഇവിടെ 2 എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. ഓക്കെ, ഇനി നോക്കൂ, 2 എന്നുള്ള പോയിന്റിലേക്ക് ഞാൻ എക്സ് ആക്സിസിന്റെ റൈറ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യാണ്. സോ നമ്മൾ 2 എന്നുള്ള പോയിന്റിന്റെ റൈറ്റ് സൈഡിലൂടെ 2 അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെ താഴേക്കായിരിക്കും വരുന്നത്. ഓക്കെ, ഈ വാല്യൂ ഇങ്ങനെ അടുത്ത് വന്നിട്ട് 4 അടുത്തേക്കായിരിക്കും ഇത് അപ്രോച്ച് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സിന്റെ 2 എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ എക്സിന്റെ റൈറ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ 4 അടുത്തേക്കായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, എക്സിന്റെ വാല്യൂ 2 റൈറ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് x² വാല്യൂ എന്തിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്? 4 അടുത്തേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? = 4 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ x² വാല്യൂ എന്തിലേക്ക് അടുത്താണ് വരുന്നത്? 4 അടുത്താണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2 എന്നുള്ള പോയിന്റിന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, x² എന്നുള്ള ഫംഗ്ഷന്റെ 2 എന്നുള്ള പോയിന്റിലുള്ള റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എത്രയാണ്? 4 ആണെന്ന് പറയാം. ഇതേ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? 2 എന്നുള്ള പോയിന്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഫൈൻഡ് ചെയ്യുക. എന്ന് പറയുമ്പോൾ 2 എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ എക്സ് ആക്സിസിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യാം. അപ്പൊ നോക്കൂ, എക്സ് ആക്സിസിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ 2 അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സിന്റെ വാല്യൂസ് ഇങ്ങനെ 2 ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് 2 അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ 4 അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, 2 അടുത്തേക്ക് വരുമ്പോൾ ഓക്കെ ഈ വാല്യൂ 4 അടുത്തേക്കാണ് അപ്രോച്ച് ചെയ്യുക. എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എത്രയാണ്? 4 ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് x ടെൻഡ്സ് ടു 2 - x² = 4 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 2 എക്സ് ആക്സിസിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്
എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന്റെ വാല്യൂ 4 അടുത്താണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4. ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന്റെ 2 എന്നുള്ള പോയിന്റുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്. ഇപ്പൊ 2 എന്നുള്ള പോയിന്റിലെ ഈ ഫംഗ്ഷന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും 2 എന്നുള്ള പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഇവിടെയും 4 ആണ്, ഇവിടെയും 4 ആണ്. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ 2 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന്റെ 2ലുള്ള റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന്റെ 2ലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും രണ്ടും ഈക്വൽ ആണ്. കാരണം എന്താണ്? രണ്ടും 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ലിമിറ്റുകൾ ഈക്വൽ ആണ്. അതുകൊണ്ട് 2 എന്നുള്ള പോയിന്റുള്ള എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. സിമ്പിൾ ആയിട്ട് ഇവിടെ ഈ 2 പ്ലസും 2 മൈനസും രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ എത്രയാണ്? ഇത് രണ്ടും 4 ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ 4 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ 2 എന്നുള്ള പോയിന്റിലുള്ള എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് എത്രയാണ്? 4 ആണ് നമുക്ക് പറയാം. സപ്പോസ് നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലുള്ള റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ ഫൈൻഡ് ചെയ്തു. അത് ഫൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് അത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടിയത്. ഓക്കെ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഒരു വാല്യൂ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് മറ്റൊരു വാല്യൂ ആണ് കിട്ടിയത്. എന്ന് പറയുമ്പോൾ അത് രണ്ടും ഡിഫറെന്റ് ആണ്, നോട്ട് ഈക്വൽ ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പോയിന്റിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്, പക്ഷെ ലിമിറ്റ് ഇല്ല എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The continuity of a real function f on a subset of the real numbers is defined when the function exists at the point c and is given as limit x tends to c f of x equal f of c. നമ്മുടെ കയ്യിൽ f of x എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ c എന്നുള്ള പോയിന്റിലുള്ള ലിമിറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്തു. അതാണ് എന്ത്? ലിമിറ്റ് x tends to c f of x. അതേപോലെ ആ ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലുള്ള വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തു. എന്ന് പറയുമ്പോൾ എഫ് ഓഫ് സി ഫംഗ്ഷൻ ഡയറക്റ്റ് നമ്മൾ സി കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന രണ്ട് വാല്യൂസും സെയിം ആണെങ്കിൽ എന്ന് പറയുമ്പോൾ ലിമിറ്റ് സി എന്നുള്ള പോയിന്റിലെ ലിമിറ്റ് ഫൈൻഡ് ചെയ്യുമ്പോഴുള്ള വാല്യൂവും ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലുള്ള വാല്യൂവും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എഫ് എന്നുള്ള ഫംഗ്ഷൻ സി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയും. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ആ പോയിന്റിലത്തെ ഫംഗ്ഷന്റെ ലിമിറ്റും ആ പോയിന്റിലത്തെ ഫംഗ്ഷന്റെ വാല്യൂവും ഈക്വൽ ആയിരിക്കണം. നെക്സ്റ്റ്, കണ്ടിന്യൂറ്റി ഓഫ് എഫ് അറ്റ് എ മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് എ. ഒരു ഫംഗ്ഷൻ എ എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് എന്നുള്ള മീനിങ് എന്താണ്? എ എന്നുള്ള പോയിന്റിലുള്ള ഫംഗ്ഷന്റെ ലിമിറ്റും എ എന്നുള്ള പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂവും ഈക്വൽ ആയിരിക്കണം. ഇതേപോലെ കണ്ടിന്യൂറ്റി ഓഫ് എഫ് അറ്റ് ബി മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ബി എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് ബി. എഫ് എന്നുള്ള ഫംഗ്ഷൻ ബി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് എന്നുള്ള മീനിങ് ബി എന്നുള്ള പോയിന്റിലുള്ള ഫംഗ്ഷന്റെ ലിമിറ്റും ബി എന്നുള്ള പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂവും ഈക്വൽ ആയിരിക്കണം. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ എന്ത് ചെയ്യാം? സി ഈക്വൽ ടു 2 എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യാം. ഇനി നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, നമ്മളിത് തൊട്ട് മുമ്പേ കണ്ടു. 2 എന്നുള്ള പോയിന്റിലുള്ള എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന്റെ ലിമിറ്റിന്റെ വാല്യൂ എത്രയാണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റും 4 ആണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും 4 ആണ്. അത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതിന്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഈ 2 എന്നുള്ള പോയിന്റിലുള്ള എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് 4 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ഫംഗ്ഷന്റെ 2 എന്നുള്ള പോയിന്റിലുള്ള വാല്യൂ ഫൈൻഡ് ചെയ്യുക. എന്ന് പറയുമ്പോൾ എഫ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് സി എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തത് 2 ആണ്. സോ എഫ് ഓഫ് 2 ഈക്വൽ ടു നമുക്കറിയാം എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്, എഫ് ഓഫ് 2 സ്ക്വയർ ആയിരിക്കും. സോ 2 സ്ക്വയർ 4 ആണ്. നോക്കൂ, ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയത്? ഫംഗ്ഷന്റെ 2 എന്നുള്ള പോയിന്റിലുള്ള ലിമിറ്റിന്റെ വാല്യൂ 4 ആണ്, ഫംഗ്ഷന്റെ 2ലുള്ള വാല്യൂ 4 ആണ്. അപ്പൊ ലിമിറ്റ് വാല്യൂം ഫംഗ്ഷൻ വാല്യൂം രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്?
2 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. നെക്സ്റ്റ് ഒരു റിമാർക്ക് ആണ്, എ ഫംഗ്ഷൻ f of x fails to be continuous at x equal to a for any of the following reasons. നമ്മുടെ കയ്യിൽ f of x എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ x equal to a എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലാതിരിക്കണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ട്രൂ ആയാൽ മതി. ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? ലിമിറ്റ് x tends to a f of x exist but it is not equal to f of a. അതായത് a എന്നുള്ള പോയിന്റിലുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എന്തിന് ഈക്വൽ അല്ല? ഫംഗ്ഷന്റെ a എന്നുള്ള പോയിന്റിലുള്ള വാല്യൂവിന് ഈക്വൽ അല്ല. അപ്പൊ ലിമിറ്റിന് ഒരു വാല്യൂ, ഫംഗ്ഷന് വേറൊരു വാല്യൂ, അത് രണ്ടും ഈക്വൽ അല്ല. അപ്പൊ എന്ത് ചെയ്യില്ല? കണ്ടിന്യൂസ് ആവില്ല. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ലിമിറ്റ് x tends to a f of x does not exist. ഫംഗ്ഷന്റെ a എന്നുള്ള പോയിന്റിലെ ലിമിറ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല. നെക്സ്റ്റ്, f is not defined at x equal to a. ഫംഗ്ഷന്റെ a എന്നുള്ള പോയിന്റിലെ വാല്യൂ ഡിഫൈൻഡ് അല്ല. അങ്ങനെയാണെങ്കിലും ഫംഗ്ഷൻ എന്താവില്ല? ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആവില്ല. നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. കൺസിഡർ ദ ഫംഗ്ഷൻ 5 minus 2x if x less than 1, 3 if x equal to 1, x plus 2 if x greater than 1. നമുക്ക് f of x എന്നുള്ള ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ 3 ആണ്. ഇനി എക്സിന്റെ വാല്യൂ 1നേക്കാൾ ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ 5 minus 2x ആണ്. ഇനി എക്സിന്റെ വാല്യൂ 1നേക്കാൾ വലുതാണെങ്കിൽ ഫംഗ്ഷൻ x plus 2 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ചെക്ക് വെദർ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ x. നമ്മുടെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്കിവിടെ x equal to 1 എന്നുള്ള പോയിന്റിലാണ് നമുക്ക് ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ ആദ്യം x equal to 1 എന്നുള്ള പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്ന് ചെക്ക് ചെയ്യാം. സോ നമ്മൾ ആദ്യം നോക്കുന്നത് f of 1 എന്താണെന്നാണ്. കാരണം നമുക്ക് 1ലെ കണ്ടിന്യൂറ്റി ആണ് നമുക്ക് അറിയേണ്ടത്. സോ f of 1ന്റെ വാല്യൂ എന്തായിരിക്കും? നമുക്കറിയാം 1ന്റെ വാല്യൂ ഇതിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. x 1 ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 3 ആണ്. അപ്പൊ f of 1ന്റെ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? f of 1 3 ആണെന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഫൈൻഡ് ചെയ്യാം. സോ ലിമിറ്റ് x tends to 1 minus f of x. എന്തായിരിക്കും ലിമിറ്റ് x tends to 1 minus f of x? സോ ലിമിറ്റ് x tends to 1 minus, ഇവിടെ നോക്കൂ, 1 minus എന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. 1 minus എന്ന് പറയുമ്പോൾ 1നേക്കാൾ ചെറിയ x വാല്യൂസ് എടുക്കുമ്പോൾ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താണ്? 1നേക്കാൾ ചെറിയ x വാല്യൂസ് എടുക്കുമ്പോൾ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ 5 minus 2x ആണ്. അപ്പൊ ആ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നമ്മൾ ഇവിടെ പുട്ട് ചെയ്യാം, 5 minus 2x. ഓക്കെ, ഇത് നോക്കൂ, ഇതൊരു പോളിനോമിയൽ ആയതുകൊണ്ട് നമ്മൾ ഈ 1 എന്നുള്ളത് ഡയറക്റ്റ് ഇവിടെ പുട്ട് ചെയ്താൽ മതി. അതായിരിക്കും ആ ഫംഗ്ഷന്റെ ലിമിറ്റ്. അപ്പൊ നോക്കൂ, നമ്മൾ 1 എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഈ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? പുട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 5 minus 2 into x നമ്മൾ 1 എന്ന് പുട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ 5 minus 2 എന്ന് പറയുമ്പോൾ 3. അപ്പൊ നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇതേപോലെ ഫംഗ്ഷന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഫൈൻഡ് ചെയ്യാം. സോ ലിമിറ്റ് x tends to 1 plus f of x. നോക്കൂ, ലിമിറ്റ് x tends to 1 plus, നോക്കൂ 1 plus എന്ന് പറയുമ്പോൾ 1ന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പോയിന്റ്സ് എടുക്കുമ്പോൾ 1നേക്കാൾ വലിയ പോയിന്റ്സ്, അതാണല്ലോ 1ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, അപ്പൊ 1നേക്കാൾ വലിയ x വാല്യൂസ് എടുക്കുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? x plus 2 ആണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ f of x എന്തായിട്ട് കൊടുക്കാം? x plus 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ x plus 2 എന്ന് ഇവിടെ പുട്ട് ചെയ്യാം. ഇനി ഇത് പോളിനോമിയൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? x ന് ഡയറക്റ്റ് 1 എന്ന് കൊടുത്താൽ മതി. അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ ഇവിടെ 1 plus 2 എത്രയായിരിക്കും? ഇത് 3 ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? 1ലത്തെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 3 ആണെന്ന് കിട്ടി. സോ ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ 1ലെ വാല്യൂ 3 ആണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 3 ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 3 ആണ്. നോക്കൂ, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. അത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് 1ലെ ലിമിറ്റ് 3 ആണെന്ന് പറയാം. അപ്പോൾ ഫംഗ്ഷന്റെ 1ലെ ലിമിറ്റ് 3 ആണ്, ഫംഗ്ഷന്റെ 1ലെ വാല്യൂ 3 ആണ്. അപ്പൊ ലിമിറ്റ് വാല്യൂ 3 ആണ്, ഫംഗ്ഷൻ വാല്യൂ 3 ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1ല് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. നെക്സ്റ്റ്, ഒരു ഫംഗ്ഷൻ ഗ്രാഫ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഗ്രാഫ് നോക്കിയിട്ട് ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ അല്ലെ നമുക്ക് പറയാൻ പറ്റും. ഇഫ് എ ഫംഗ്ഷൻ f of x is continuous at x equal to c, the graph of f of x at the corresponding point c, f of c will not be broken. നമ്മുടെ കയ്യിൽ f of x എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ x equal to c എന്നുള്ള പോയിന്റിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ f of x ന്റെ ഈ പോയിന്റ് നമ്മൾ എടുക്കാം.
സി കോമ എഫ് ഓഫ് സി എന്നുള്ള പോയിന്റ് നമ്മൾ എടുക്കുക. ആ പോയിന്റിൽ ഫംഗ്ഷന് ബ്രേക്ക് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ അവിടെ ബ്രേക്ക് ആയിട്ട് ഉണ്ടാവില്ല. അതാണ് ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു സിയിൽ കണ്ടിന്യൂസ് ആവുക എന്ന് പറഞ്ഞ മീനിങ്. ബട്ട് ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി ദ ഗ്രാഫ് വിൽ ബി ബ്രോക്കൺ വെൻ എക്സ് ഈക്വൽ ടു സി. ഇനി നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ് സി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷന് സി എന്നുള്ള പോയിന്റിൽ ഒരു ബ്രേക്ക് ഉണ്ടായിരിക്കും. നമുക്കിവിടെ കുറച്ച് ഗ്രാഫ് തന്നിട്ടുണ്ട്. നമുക്കിത് കണ്ടിന്യൂസ് ആണോ ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ സിയിൽ ഇവിടെ ഡാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഫംഗ്ഷന് സിയിൽ ഒരു വാല്യൂ ഉണ്ട്. ഇനി നോക്കൂ, ഈ ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇതാ എന്തായിരിക്കും, എക്സ് സി എന്നുള്ള പോയിന്റിലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ ഗ്രാഫ് ഈ പോയിന്റിന് അടുത്തേക്കാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഉണ്ട്. പക്ഷെ നോക്കൂ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സി എന്നുള്ള പോയിന്റിലേക്ക് റൈറ്റ് സൈഡിലൂടെ വരുമ്പോൾ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതാ ഇവിടേക്കാണ് വരുന്നത്, ഈ പോയിന്റിലേക്കല്ല വരുന്നത്. എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്. പക്ഷെ ആ രണ്ട് ലിമിറ്റും ഡിഫറെന്റ് ആണ്. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറെന്റ് ആയതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഗ്രാഫ് എന്താണ്, കണ്ടിന്യൂസ് അല്ല എന്ന് പറയും. നെക്സ്റ്റ് ഗ്രാഫിൽ ഈ സി എന്നുള്ള പോയിന്റിൽ ഇവിടെ ഒരു ഹോൾ കാണാം എന്ന് പറയുമ്പോൾ ആ പോയിന്റിൽ ഫംഗ്ഷന് വാല്യൂ ഡിഫൈൻഡ് അല്ല. ഓക്കെ, പക്ഷെ നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈ എക്സിന്റെ എക്സ് ഈക്വൽ ടു സി എന്നുള്ള പോയിന്റിലേക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഫംഗ്ഷന്റെ ഗ്രാഫ് ഈ പോയിന്റിന് അടുത്തേക്കാണ് വരുന്നത്. അതേപോലെ സി എന്നുള്ള പോയിന്റിലേക്ക് റൈറ്റ് സൈഡിലൂടെ വരുമ്പോൾ ഗ്രാഫ് ഈ പോയിന്റിലേക്കാണ് വരുന്നത്. എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് രണ്ടും ഈക്വൽ ആണ്. പക്ഷേ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെ ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് കണ്ടിന്യൂസ് അല്ല. ഇനി നോക്കൂ, ഈ ഗ്രാഫില് ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണ് സെയിം പോയിന്റിലേക്കാണ് അടുത്ത് വരുന്നത്. എന്ന് പറയുമ്പോൾ സി എന്നുള്ള പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് രണ്ടും ഈക്വൽ ആണ്. പക്ഷെ സിയിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ നോക്കൂ, ഇവിടെ ഹോൾ ആണ്, എവിടെയാണ് വാല്യൂ ഉള്ളത്, മേലെയാണ്. എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് രണ്ടും ഈക്വൽ ആണ്. പക്ഷെ ഫംഗ്ഷൻ വാല്യൂ ആ ലിമിറ്റിന് ഈക്വൽ അല്ല, അതുകൊണ്ട് എന്തല്ല, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇനി നമ്മുടെ ലാസ്റ്റ് ഗ്രാഫില് നമ്മൾ സി എന്നുള്ള പോയിന്റിലേക്ക് ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ ഗ്രാഫ് ഈ പോയിന്റിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇതേപോലെ സി എന്നുള്ള പോയിന്റിലേക്ക് റൈറ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ ഗ്രാഫ് ഈ പോയിന്റിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. ഈ നോക്കൂ, സി എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ ആ പോയിന്റ് തന്നെയാണ്. ഓക്കെ, സി എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന് ഈ വാല്യൂ ഉണ്ട്. അപ്പൊ നോക്കൂ, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്, അത് ഫംഗ്ഷന്റെ വാല്യൂവിന് ഈക്വൽ ആണ്. എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്താണ്, സി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് ഈ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നോക്കൂ, ഇവിടെ ഫംഗ്ഷൻ ഒരു ബ്രേക്ക് ഉണ്ട്. ഓക്കെ, ഇത് കണ്ടിന്യൂസ് അല്ല. ഇതേപോലെ ഇവിടെയും ഫംഗ്ഷൻ ഒരു ബ്രേക്ക് ഉണ്ട്, ഇവിടെ ഒരു ഹോൾ ആണ്, അവിടെ ഫംഗ്ഷൻ വാല്യൂ ഇല്ല, അപ്പൊ ഇത് കണ്ടിന്യൂസ് അല്ല. ഇവിടെ ഫംഗ്ഷൻ ഒരു ബ്രേക്ക് ഉണ്ട്, ഇവിടെ ഒരു ഹോൾ ആണ്, ഫംഗ്ഷന്റെ സിയിലുള്ള വാല്യൂ മേലെയാണ്, ഇവിടെയും ബ്രേക്ക് ഉണ്ട്, അപ്പൊ കണ്ടിന്യൂസ് അല്ല. ഇവിടെ ഫംഗ്ഷന്റെ ഗ്രാഫിന് ബ്രേക്ക് ഇല്ല, അപ്പൊ ഇതെന്താണ്, ഈ ഫംഗ്ഷൻ സിയിൽ കണ്ടിന്യൂസ് ആണ്.